ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ് തിയറി, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. നമുക്കറിയാം, എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത് ഒരു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തിയറി എന്ന് പറയുന്നത് ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്. ഹ്യൂമനിസം പ്രധാനമായിട്ടും സൈക്കോളജിയിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ്, അതുപോലെ ബിഹേവിയറിസം തുടങ്ങിയിട്ടുള്ള ഒരുപാട് തിയററ്റിക്കൽ ഓറിയൻറ്റേഷനെ അല്ലെങ്കിൽ ഒരുപാട് തിയറീസിനെ അല്ലെങ്കിൽ ഒരുപാട് സ്കൂൾസ് ഓഫ് സൈക്കോളജി ഓപ്പോസ് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് ഹ്യൂമനിസം. ഇവർ കുറേ കൂടി ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഇന്നേറ്റ് നേച്ചർ അല്ലെങ്കിൽ ഇന്നേറ്റ് നേച്ചർ എന്ന് പറയുന്നത് ഗുഡ്നെസ് ആണെന്നും അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഗ്രൗത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇന്നേറ്റ് സൈക്കാണ് ഓരോ വ്യക്തികൾക്കുള്ളതെന്നും, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ പോലെ അത് ഡിറ്റർമിനിസ്റ്റിക് അല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ കുറേ കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള നേച്ചർ അല്ല ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്, അത് ഇന്നേറ്റ് ഗുഡ്നെസ് ആണെന്നും, ഒപ്പം തന്നെ ഫ്രീ വില്ലിനെയും ചോയ്സിനെയും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വ്യക്തികൾക്കും സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതും അവർ അത് ഏറ്റെടുക്കാനുള്ള റെസ്പോൺസിബിൾ ആണെന്നും, റെസ്പോൺസിബിലിറ്റി ഒരു ഹ്യൂമൻ നേച്ചറിൻ്റെ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി ആണെന്നും, ഒപ്പം തന്നെ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ പോയിന്റിലൂടെയാണ് ഹ്യൂമനിസം കണ്ടിരുന്നത് നമുക്കറിയാം. ഒപ്പം തന്നെ ഓരോ വ്യക്തികൾക്കുണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ എന്നുള്ള സബ്ജക്റ്റീവ് ആണെന്നും, നമുക്കതിനെ ഒബ്ജക്റ്റീവ്ലി മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതും, ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് റാഷണലാണ്, ഫ്രോയിഡ് പറയുന്ന പോലെ അത് ഇറാഷണൽ ആയിട്ടുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള നേച്ചർ അല്ല എന്നുള്ളതും, ഒപ്പം തന്നെ ഹ്യൂമൻ ബീയിങ് മറ്റൊരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത് പ്യൂർലി ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെയാണ്, പ്രധാനമായിട്ടും അൺകണ്ടീഷണലി ആയിട്ടുള്ള പോസിറ്റീവ് റിഗാർഡിലൂടെയും എംപതറ്റിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും മാത്രമേ നമുക്ക് പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതുമായിരുന്നു പ്രധാനമായിട്ടും ഒരു ഹ്യൂമനിസ്റ്റിക് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് എബ്രഹാം മാസ്ലോയുടെ പേഴ്സണാലിറ്റി തിയറി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ തിയറി പ്രധാനമായിട്ടും ഹ്യൂമൻ ഗ്രൗത്ത് ആൻഡ് മോട്ടിവേഷനെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. എബ്രഹാം മാസ്ലോയുടെ തിയറി ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് തിയറീസിനെ നമുക്ക് പേഴ്സണൽ ഗ്രൗത്ത് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രൗത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് തിയററ്റിക്കൽ ഫ്രെയിം വർക്കുകളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തിയറി ആയിട്ട് നമുക്ക് എബ്രഹാം മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി നമുക്ക് ഉൾപ്പെടുത്താമെന്നുള്ളതാണ്. പേഴ്സണൽ ഗ്രൗത്ത് അപ്രോച്ചുകൾ പ്രധാനമായിട്ടും ഒരുപാട് സൈക്കോളജിക്കൽ ഫ്രെയിം വർക്കും മെത്തേഡ്സുകളും സൈക്കോളജിയിലുണ്ട്. ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മെത്തഡോളജീസ് കൂടുതലും ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വേഷന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരാളുടെ ഗ്രൗത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ്സിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാകുന്ന തിയറീസിനെയാണ് സാധാരണ നമ്മൾ അപ്രോച്ചസ് ടു പേഴ്സണൽ ഗ്രൗത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രൗത്ത് അപ്രോച്ചുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇത് ഏതെങ്കിലും ഒരു തിയറി അല്ല, ഒരുപാട് തിയറീസുകളാണ് അല്ലെങ്കിൽ ഒരുപാട് അപ്രോച്ചുകളാണ്. ഇത് പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വേഷന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഗ്രൗത്തിന് വേണ്ടിയിട്ട്, ഒരു വ്യക്തിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ പ്രധാനമായിട്ടും നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ അത്തരം കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ആണ് പേഴ്സണൽ ഗ്രൗത്ത് അപ്രോച്ചുകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേഴ്സണൽ ഗ്രൗത്ത് അപ്രോച്ചാണ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ഓഫ് മാസ്ലോ എന്ന് പറയുന്നത്. മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി, അതുപോലെ ഇൻഡിവിജ്വേഷൻ തിയറി, കാൾ യുങ്ങിൻ്റെ ഇൻഡിവിജ്വേഷൻ തിയറി, അതുപോലെ സൈക്കോസിന്തസിസ് ഓഫ് അസഗോളിയുടെ സൈക്കോസിന്തസിസ് തിയറി. ഇങ്ങനെയുള്ള തിയറീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഈ പറഞ്ഞ പോലെ മാസ്ലോയുടെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്, എന്താണ് തിയറി എന്നുള്ളത്. ആരാണ് എബ്രഹാം മാസ്ലോ? നമുക്കറിയാം, എബ്രഹാം മാസ്ലോ അറിയപ്പെടുന്നത് തന്നെ ഫൗണ്ടർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയാണ്. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി സ്ഥാപിച്ചത് മാസ്ലോ ആണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഹൈറാർക്കി ഓഫ് നീഡ് തിയറിയാണ്. ഇദ്ദേഹം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഹ്യൂമൻ മോട്ടിവേഷൻ ആൻഡ് ഗ്രൗത്ത് ഓറിയൻറ്റഡ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ തിയറീസൊക്കെ. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് മോട്ടിവേഷൻ ആൻഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഈ പറഞ്ഞ പോലെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി, അതുപോലെ പീക്ക് എക്സ്പീരിയൻസ് പോലെയുള്ള ഒരുപാട് പുതിയ ആശയങ്ങൾ സൈക്കോളജിയിൽ കൊണ്ടെത്തിച്ചത് എബ്രഹാം മാസ്ലോ ആണ്. എബ്രഹാം മാസ്ലോയുടെ ഒരു തിയറി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡീസൊക്കെ തന്നെ ഏതെങ്കിലും കേസ് ഹിസ്റ്ററിയിൽ നിന്നോ, അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ചെയ്ത പോലെ ഏതെങ്കിലും പേഷ്യൻസിൽ നിന്ന്, അല്ലെങ്കിൽ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ന്യൂറോട്ടിക് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്നുള്ള കണ്ടെത്തലുകളായിരുന്നില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കംപ്ലീറ്റ് എനർജി അല്ലെങ്കിൽ ഒരു ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരിലാണ് പഠനം നടത്തേണ്ടതെന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അത്തരത്തിലുള്ള പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഓരോ മേഖലയിലും ആ മേഖലയിൽ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഇദ്ദേഹം പഠനം നടത്തിയത്. ലിറ്ററേച്ചർ മേഖലയിൽ, അതുപോലെ രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫീൽഡിൽ, സ്പോർട്സിൽ, ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും ആ ഒരു കഴിവ് തെളിയിച്ചിട്ടുള്ള, ആ മേഖലയിൽ എമിനൻ്റ് ആയിട്ടുള്ള
അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരിലാണ് പഠനം നടത്തേണ്ടത്. എന്നാൽ മാത്രമേ ഒരു പേഴ്സണാലിറ്റിയുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലല്ല പഠനം നടത്തേണ്ടത് എന്നുള്ളതാണ് അബ്രഹാം മാസ്ലോ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈറാർക്കി ഓഫ് നീഡ് തിയറിയാണ്. നമുക്കറിയാം, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, മാസ്ലോയുടെ ഒരു പേഴ്സണാലിറ്റി തിയറി എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷണൽ അപ്രോച്ച് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയറി ആയിരുന്നു. ഇദ്ദേഹം പറയുന്നത് ഹ്യൂമൻ നീഡ്സിനെ ഇദ്ദേഹം ഹൈറാർക്കിക്കലി പിരമിഡ് രൂപത്തിൽ ബേസിക് നീഡ് ടു മോസ്റ്റ് അഡ്വാൻസ്ഡ് നീഡ് എന്ന രീതിയിൽ ഇദ്ദേഹം കാറ്റഗറൈസ് ചെയ്യുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ഇത്തരം ഹൈറാർക്കിക്കൽ ലെവൽ ഓഫ് നീഡ്സിനെയാണ് നമ്മൾ ഹൈറാർക്കി ഓഫ് നീഡ് തിയറി എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹം 5 ഹൈറാർക്കിക്കൽ ലെവലാണ് ഇദ്ദേഹത്തിൻ്റെ നീഡ് തിയറിക്കുള്ളത്. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ അദ്ദേഹം പറയുന്നത്. പിന്നെ അതുപോലെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ് സെക്കൻഡ് നീഡ് പറഞ്ഞ്. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ആണ് പിന്നെ പറഞ്ഞത്. അതുപോലെ എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷനാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നീഡെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 5 ലെവൽ ഓഫ് നീഡ്സ് ഉണ്ട്. ഓരോ ലെവലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള സർവൈവലിന് ആവശ്യമുള്ള നീഡാണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരാൾക്ക് ഫുഡ്, എയർ, സ്ലീപ്പ്, അതുപോലെ തന്നെ ഹോമിയോസ്റ്റാസിസ് അഥവാ ഒരു ഭക്ഷണവും വെള്ളവും ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഓക്സിജനും കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടേണ്ട വെള്ളം, അതുപോലെ ഫുഡ്, അതുപോലെ ഓക്സിജൻ, ഇത്തരത്തിലുള്ള ബേസിക് സർവൈവൽ നീഡിനെയാണ് അദ്ദേഹം ബേസിക് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ടത്, ഇത് സർവൈവൽ നീഡാണ്. ഇത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് നീഡായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരാളുടെ ലൈഫ് നിലനിർത്താൻ, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമുക്കറിയാം വെള്ളവും അതുപോലെ ഓക്സിജനുമാണ്, അല്ലെങ്കിൽ ഭക്ഷണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ഫിസിയോളജിക്കൽ നീഡാണ് ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ നീഡ് കാറ്റഗറിയിൽ സെക്കൻഡ് നീഡായിട്ട് പറയുന്നത് സേഫ്റ്റി നീഡ്സുകളാണ്. നമുക്കറിയാം, നമുക്ക് ഫിസിയോളജിക്കൽ നീഡ്സിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിക്ക് വേണ്ടത് സേഫ്റ്റി, അതുപോലെ സ്റ്റേബിലിറ്റി, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട സെക്യൂരിറ്റിയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ഷെൽട്ടർ, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ വീട്, ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് സ്റ്റേബിലിറ്റി, അല്ലെങ്കിൽ ഒരു ഡേഞ്ചറിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടുന്നത്, ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് സംരക്ഷണം, അല്ലെങ്കിൽ സുരക്ഷ ആൻഡ് സംരക്ഷണം, അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ് സെക്കൻഡ് നീഡായിട്ട് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഫിസിയോളജിക്കൽ നീഡ് ഒരാൾക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ നീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ്, അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻസ്, പ്രവൃത്തികൾ ഓറിയൻറ്റഡ് ആവുന്നത് സേഫ്റ്റി നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് സേഫ്റ്റി നീഡ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഫിസിക്കൽ സെക്യൂരിറ്റിക്കും അതുപോലെ സ്റ്റേബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ള നീഡ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ പറഞ്ഞ പോലെ അടുത്ത, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ലെവൽ ഓഫ് നീഡ്സിലേക്ക് പോകുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ പോലെ ബയോളജിക്കൽ നീഡ്സുകളാണ്. തേർഡ് ലെവൽ എന്ന് പറയുന്നതാണ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്, അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്ന് പറയുന്നത്. കുറേ കൂടി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻ്റർ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ സോഷ്യൽ കണക്ഷൻസ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി ബോണ്ട്, അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള മറ്റുള്ളവരുമായിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർ കണക്റ്റഡ് ആവാനുള്ള ഒരു നീഡ് നമ്മളിൽ ഉണർന്നു വരും. ഇതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ പോലെ നമുക്കൊരു ഇമോഷണൽ വെൽബീയിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നീഡാണ്, ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റർ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ലവ് പോലെയുള്ള നീഡ്സുകൾ ഇതൊരിക്കലും നമ്മുടെ സർവൈവലിന് ഹെൽപ്പ് ചെയ്യുന്നില്ല, അല്ലേ? ഇപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫുഡില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഈ ഇൻ്റർ കണക്ഷൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ബന്ധമില്ലെങ്കിൽ നമുക്ക് ലൈഫ് നിലനിർത്താൻ വേണ്ടി എന്തായാലും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇമോഷണൽ വെൽബീയിങ്ങിനും ഹാപ്പിനെസ്സിനും കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ് എന്ന് പറയുന്നത്. നമ്മൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഫോർത്ത് ലെവലാണ് എസ്റ്റീം നീഡ്, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളോട് തോന്നുന്ന റെസ്പെക്റ്റ് ഉണ്ട്, ഒരു കോൺഫിഡൻസും, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസും, ഒരു മാസ്റ്ററി ഫീലിംഗ്, നമുക്ക് നമ്മളോട് തോന്നുന്ന ഒരു മാസ്റ്ററി ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന മേഖലയിലെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മാസ്റ്ററി ഫീലിംഗ്, അതും കൂടെ തന്നെ എസ്റ്റീം ഫ്രം അതേഴ്സ്, ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടുന്ന റെക്കഗ്നേഷൻ, അല്ലെങ്കിൽ റെസ്പെക്റ്റ്, അഡ്മിറേഷൻ, ഇതൊക്കെ നമ്മുടെ ഒരു നീഡായിട്ട് മാറും പിന്നീട് എന്നുള്ളതാണ്. ഇതാണ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന പോലെ നമ്മൾ ലോവർ നീഡ്സുകൾ, ഈ പറഞ്ഞ പോലെ സ്ട്രോങ്ങസ്റ്റ് നീഡ്സുകളാണ് ലോവർ നീഡ്സ്, അല്ലെങ്കിൽ സർവൈവലിന് അത്യാവശ്യമായിട്ടുള്ള നീഡ്സുകളാണ് നേരത്തെ പറഞ്ഞ പോലെ
ഈ ഫിസിയോളജിക്കൽ നീഡ്സ് പറഞ്ഞു, അതുപോലെ തന്നെ സേഫ്റ്റി നീഡ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ് ആൻഡ് ബിലോങ്ങിനെസ്. ഇത് കഴിഞ്ഞിട്ട് 4th ലെവലാണ് നമ്മൾ പറയുന്നത് എസ്റ്റീം നീഡ്. എസ്റ്റീം നീഡ് പറഞ്ഞാൽ ബാക്കിയുള്ള വരുന്ന റെക്കഗ്നീഷൻ, റെസ്പെക്റ്റ്, അതുപോലെ തന്നെ കോൺഫിഡൻസ്, നമ്മോട് തോന്നുന്ന ഒരു സെൽഫ് എസ്റ്റീം ഒക്കെയാണ് ഇതെന്ന് പറയുന്നത്. ഇതും അച്ചീവ് ചെയ്യുമ്പോൾ സാഹചര്യത്തിലാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഒരാളുടെ ഫുൾ പൊട്ടൻഷ്യലും അതുപോലെ പേഴ്സണൽ ഗ്രൗത്തും ഒരു വ്യക്തി അച്ചീവ് ചെയ്യുന്ന ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഏതൊരു മേഖലയിലും എമിനൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ ഒതൻറ്റിസിറ്റി ഉണ്ടാവുന്നതാണ്. വളരെ വ്യക്തമായിട്ടുള്ള ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും അദ്ദേഹം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വ്യക്തി കംപ്ലീറ്റ് നീഡ് കിട്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്റ്റിമൽ ലെവൽ, അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിൻ്റെ സ്കില്ലും അദ്ദേഹത്തിൻ്റെ കഴിവും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് നീഡാണ്. അതുകൊണ്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ ഒരു നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും സ്പോർട്സ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, സയൻസ്, ലിറ്ററേച്ചർ, ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും നമുക്ക് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരുടെ പൊട്ടൻഷ്യലിനെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നൊരു റിയലൈസേഷൻ തോന്നുന്ന ആൾക്കാരാണ് അവർ കുറേ കൂടി ക്രിയേറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയുന്നുണ്ടാവും. അവർ ഒതൻറ്റിക് ആയിരിക്കും. അവർ കുറേ കൂടി റിയൽ ആയിരിക്കും എന്നുള്ള, അങ്ങനെ റിയൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അച്ചീവ് ചെയ്തവർ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ നീഡ്സും ഇതൊരു ഹൈറാർക്കിക്കലി ആണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഏറ്റവും ബേസിക് നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്. അതാണ് ഏറ്റവും ഈ ഹൈറാർക്കിയിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. കാരണം ഫിസിയോളജിക്കൽ നീഡ്സ് ഇല്ലാതെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി കഴിയില്ല. സേഫ്റ്റി നീഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് സേഫ്റ്റി നീഡ്. അതും കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ബിലോങ്ങിനെസ്സും ആണ്. അഥവാ കുറേ കൂടി ഇൻ്റർ കണക്ഷനും ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ആവശ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേറ്റഡ് ആവുന്നത് ഈ പറഞ്ഞ പോലെ ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ് വരുമ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞ് സെൽഫ് എസ്റ്റീം, അതും കഴിഞ്ഞിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. പക്ഷേ ഇത് പറഞ്ഞ പോലെ ഇത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള നീഡല്ല. ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതും ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്രത്തോളം അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരുന്നു അത്രത്തോളം നീഡ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് വരും. പക്ഷേ അതിൻ്റെ അർജൻസി അല്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കും വരും എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തിക്ക് വെള്ളവും ഭക്ഷണവുമാണ് ആദ്യം വേണ്ടത്. സെൽഫ് എസ്റ്റീം, ബിലോങ്ങിനെസ്സോ അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ എന്നൊക്കെ പറയുന്നത് പിന്നീട് വരേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സേഫ്റ്റി നീഡാണ് വേണ്ടത്. സേഫ്റ്റി നീഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്ക് സംരക്ഷണവും സെക്യൂരിറ്റിയും കിട്ടിയതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ പോലെ ലവ് അല്ലെങ്കിൽ അഡ്മിറേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു അഡ്മിറേഷനും റെസ്പെക്റ്റൊക്കെ നമുക്ക് കിട്ടേണ്ടതുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സർവൈവലിന് ഹെൽപ്പ് ചെയ്യുന്ന നീഡുകളാണ് ഏറ്റവും അടിയിലെന്ന് പറയുന്നത്. അടിയിലുള്ള നീഡ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് നീഡാണ്. മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ലോ ആയി വരും. പക്ഷേ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നീഡ്സാണ് ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇതാണ് മാസ്ലോയുടെ പ്രധാനപ്പെട്ട ലെവൽസ് ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ 5 ലെവൽസ് ഓഫ് നീഡാണ് ഇദ്ദേഹത്തിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറിയിൽ ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡ്സ് ആണ്. ഈ നീഡ്സിന് ചില പ്രത്യേകതകൾ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആൻഡ് പ്രയോറിറ്റി ആണ്. നമുക്കറിയാം ഈ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ ഏറ്റവും ലോവസ്റ്റ് നീഡ്സ് ആണ് സ്ട്രോങ്ങസ്റ്റ് നീഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് കൂടുതൽ പ്രയോറിറ്റി ഉള്ള നീഡുകളാണ്. കാരണം അതല്ലെങ്കിൽ നമുക്ക് സർവേ ചെയ്യാൻ വേണ്ടി കഴിയില്ല. പ്രത്യേകിച്ച് ഫിസിയോളജിക്കൽ നീഡ്സും സേഫ്റ്റി നീഡ്സും. ഈ ഒരു ഹൈറാർക്കിയിൽ ലോവസ്റ്റ് നീഡ് അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ കിടക്കുന്ന നീഡുകളൊക്കെയാണ് സ്ട്രോങ്ങസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. ഹൈയിലായിട്ട് കിടക്കുന്ന നീഡ്സുകളൊക്കെ തന്നെ വളരെ വീക്കറാണ്. അതുപോലെ തന്നെ ലെസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അതിൻ്റെ ഗ്രാറ്റിഫിക്കേഷനുള്ളൂ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൽ ഓരോ നീഡ്സും നമ്മുടെ ലൈഫ് സ്പാനിൽ ഓരോ സമയത്ത് നമ്മൾ അക്യൂർ ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഫിസിയോളജിക്കൽ നീഡ്സും സേഫ്റ്റി നീഡ്സും നോക്കാം. ഏറ്റവും ബേസിക് നീഡ്സുകളാണ്. സാധാരണ നമ്മൾ ഇൻഫാൻസി സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ആദ്യ കാലഘട്ടത്തിലായിരിക്കും നമുക്ക് വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഒക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ല. പിന്നീട് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ അച്ചീവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ അഡൾട്ട് ലൈഫിൽ അല്ലെങ്കിൽ അഡോളസൻസ് ലൈഫിലൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ബിലോങ്ങിങ്നെസ്സും എസ്റ്റീം നീഡ്സിനും അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള നീഡ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു മിഡ് ലൈഫ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ
സെൽഫ് ആക്ച്വലൈസേഷന് ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നമ്മുടെ ഓരോ ഡെവലപ്മെൻറ്റ് ലൈഫ് സ്പാനിൽ ഡിഫറെൻറ്റ് സമയത്ത് നമ്മൾ ഓരോ നീഡ്സും പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഡെഫിസിറ്റ് ആൻഡ് ഗ്രൗത്ത് നീഡ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫിസിയോളജിക്കൽ നീഡ്സ് അതുപോലെ തന്നെ സേഫ്റ്റി നീഡ്സുകളൊക്കെയാണ് സാധാരണ ഡെഫിസിറ്റ്സ് നീഡുകൾ അറിയപ്പെടുന്നത്. ഈ ഹൈറാർക്കിയിൽ ലോവർ ലെവലിലുള്ള നീഡ്സുകളാണ് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് നീഡുകളാണ് ഡെഫിഷ്യൻറ്റ് നീഡ് എന്ന് പറയുന്നത്. കാരണം ഇതിനെ നമുക്ക് സംതൃപ്തിപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ഇത് അക്യൂർ ചെയ്യുന്നതിൽ നമ്മൾ ഫെയിലിയർ ആവുകയാണെങ്കിൽ നമുക്ക് ഒരു ക്രൈസിസ് ഫീലിംഗ് വരുമെന്നുള്ളതാണ്. കാരണം ഇപ്പം നമുക്ക് വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല, നമുക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, സേഫ്റ്റി അല്ല അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൈസിസ് ഫീലിംഗ് വരുമെന്നുള്ളതാണ്. ഹയസ്റ്റ് നീഡ് എന്ന് പറഞ്ഞാൽ എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ പോലെയുള്ള നീഡുകൾ നമ്മൾ ഫെയിലിയർ ആവുകയാണെങ്കിലും നമുക്കൊരു ക്രൈസിസ് ഫീൽ ചെയ്യൂല. നമുക്കത് ഗ്രൗത്ത് നീഡുകളാണ്. നമുക്ക് വെൽബീയിങ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള നീഡുകളാണ് ഹയസ്റ്റ് നീഡുകൾ എന്ന് പറയുന്നത്. ഇതിനെ ഗ്രൗത്ത് നീഡ് എന്നാണ് വിളിക്കുന്നത് എന്നതാണ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് സാറ്റിസ്ഫൈങ് ഹയർ നീഡ്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ ഗ്രൗത്ത് നീഡുകൾ, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ പോലെയുള്ള അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്ങിനെസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതാണ്. സൈക്കോളജിക്കൽ ബെനിഫിറ്റ് പ്രധാനമായിട്ടും ഫുൾഫിൽമെൻറ്റും അതുപോലെ ഒരു ഇമോഷണൽ വെൽബീയിങ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഫിസിക്കൽ വെൽബീയിങ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. ലോങ് നമുക്ക് ആയുസ് കൂടും. നമ്മൾ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ രോഗങ്ങൾ വരാനുള്ള സാധ്യത നമുക്ക് ലോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറേ കാലം ജീവിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസ്, പ്രധാനമായിട്ടും ഹയർ നീഡ്സിനെ സംതൃപ്തിപ്പെടുത്തുന്നതിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധ്യതകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിന് വളരെയധികം പങ്കുണ്ട്. നമുക്കൊരു ബെറ്റർ കണ്ടീഷൻ, സോഷ്യൽ എക്കണോമിക്കലായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള നല്ലൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷനും സെൽഫ് എസ്റ്റീം നീഡും സാധ്യമാവുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് അല്ല എങ്കിൽ അല്ലെങ്കിൽ സോഷ്യലായിട്ട് നമുക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ലോ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഹയർ നീഡ്സുകൾ ഈ പറഞ്ഞ പോലെ സെൽഫ് എസ്റ്റീമോ സെൽഫ് ആക്ച്വലൈസേഷനോ നമുക്ക് അങ്ങനെ ഗ്രാറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ ഓരോ ലെവൽ ഓഫ് നീഡ്സിനെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത് ഓരോ നീഡും നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്തിട്ടല്ല അടുത്ത ലെവലിലേക്ക് പോകുന്നത്. പക്ഷേ ബേസിക് നീഡുകൾ കൂടുതൽ ഡിഗ്രീസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഹയർ ലെവലിലേക്ക് പോകുള്ളൂ എന്നാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫിസിയോളജിക്കൽ നീഡ്സിനെ നമ്മുടെ ഭക്ഷണവും അതുപോലെ നമുക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായിട്ട് വെള്ളം, ഓക്സിജൻ, ഇതിനെ 100% സാറ്റിസ്ഫൈ ആയിട്ടല്ല നമ്മൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡിലേക്ക് പോകുന്നത്. നമുക്ക് ഏകദേശം അല്ലെങ്കിൽ ഒരു 85%, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ ആണ്, കൂടുതൽ മെജോറിറ്റി നമുക്ക് നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റിയാൽ നമ്മൾ പിന്നെ സേഫ്റ്റി നീഡ്സിലേക്ക് അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സിലേക്ക് പോകും. അതിലും ഈ പറഞ്ഞ പോലെ ബേസിക് നീഡ്സിൻ്റെ അത്ര തന്നെ സാറ്റിസ്ഫാക്ഷൻ ഈ ഫിസിയോളജിക്കൽ നീഡ്സിൽ കിട്ടില്ല. അതിൽ നിന്ന് നമ്മൾ ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ്സിലേക്ക് പോകും. അതിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ സംതൃപ്തരായാലും നമ്മൾ സെൽഫ് എസ്റ്റീം നീഡ്സിലേക്ക് പോകും. അത് ഗ്രാറ്റിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ നമുക്ക് കംപ്ലീറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടാണെന്നുള്ളത്. അങ്ങനെ ഹയർ ലെവലിലേക്ക് പോകുന്നിടത്തോളം ഫുൾ ഫോമിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത കുറയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ സേഫ്റ്റി നീഡ്സിനെ അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിനെ ഫുള്ളി ഗ്രാറ്റിഫൈ ചെയ്തിട്ടല്ല അദ്ദേഹം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നാൽ അദ്ദേഹത്തിന് ഏകദേശം ഒക്കെ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ആയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗ്രാറ്റിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്റർ കണക്ഷൻ, ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ് ഗ്രാറ്റിഫൈ ചെയ്യാനുള്ള പ്രേരണ വരും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയാണ്. എബ്രഹാം മാസ്ലോയുടെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഒരു തിയറിയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ നമുക്കറിയാം, എബ്രഹാം മാസ്ലോയുടെ നിയർ ഹൈറാർക്കിയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. എബ്രഹാം മാസ്ലോ പറയുന്നത് നമുക്ക് ഇന്നേറ്റ് ആയിട്ടൊരു ഡ്രൈവ് ഉണ്ട് സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ടുള്ള, അഥവാ ഒരാൾക്ക് അയാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനും അത് യൂസ് ചെയ്തിട്ട് ജീവിക്കാനും വളരെ ഒതൻറ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ ലക്ഷ്യബോധത്തോടു കൂടി വളരെ യുണീക്കായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഡ്രൈവ്, ഇന്നേറ്റ് ആയിട്ടുള്ള ഡ്രൈവിനെയാണ് അദ്ദേഹം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ അതൊരു റിയലൈസേഷൻ സ്റ്റേറ്റ് ആണ്. സ്വന്തം കഴിവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി നമ്മുടെ വീക്ക്നെസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കഴിവിനെ മാക്സിമം
ഏതെങ്കിലും ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസ്ലോ ഇത്തരം പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഓരോ ഫീൽഡിലെയും എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്കറിയാം, സയൻസിൽ വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ സെൽഫ് ആക്ച്വലൈസ്ഡ് ആണ്, കാരണം അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ഒക്കെ തന്നെ വളരെ ഒതൻറ്റിക് ആയിരുന്നു, ക്രിയേറ്റീവ് ആയിരുന്നു, പർപ്പസ്ഫുൾ ആയിരുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും എമിനൻ്റ് ആയിട്ടുള്ള, അത് ഈ പറഞ്ഞ പോലെ സയൻറ്റിഫിക് മേഖല വേണമെന്നില്ല, സ്പിരിച്വൽ മേഖലയിൽ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള മുനിമാരും അതുപോലെ സന്യാസിമാരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അഥവാ അവരുടെ കഴിവിനെ അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യുന്ന മേഖലയിൽ അവരുടെ കഴിവിനെ അവർ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ഒരു റിയലൈസേഷൻ ഫീലിംഗ്, സ്വന്തം വീക്ക്നെസ്സിനെ അല്ലെങ്കിൽ സ്വന്തം പൊട്ടൻഷ്യലിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ അവർ ഇടപെടുന്ന മേഖലയിൽ ഒരു മാസ്റ്ററി ഫീലിംഗ് അവർക്ക് കിട്ടുകയും ചെയ്യും. അഥവാ അവർ ഇടപെടുന്ന മേഖലയിൽ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളൊരു സെൽഫ് കൺട്രോൾ അവർക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് മാസ്ലോ പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്നേറ്റ് ഡ്രൈവ് ആണ്, ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന നേടിയെടുക്കുന്നതല്ല, ഇന്നേറ്റ് ആയിട്ടുള്ള ഡ്രൈവ് ആണ്. ഈ ഒരു നീഡ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ആവുന്നത് ഒരു പോപ്പുലേഷനിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. മാസ്ലോ പറയുന്നത് 2-3% മാത്രമാണ്, 100-ൽ 2-3% മാത്രം ആൾക്കാരാണ് ഒരു വ്യക്തി അവരുടെ ലൈഫിൽ റിയലൈസേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽസ് അവരുടെ അല്ലെങ്കിൽ അവർ ഇടപെടുന്ന മേഖലയിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ്, ബാരിയേഴ്സ് ടു സെൽഫ് ആക്ച്വലൈസേഷൻ. ഒരുപാട് ബാരിയേഴ്സ് സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിക്കുന്നതിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എന്തൊക്കെ ബാരിയേഴ്സ്? നമുക്കൊന്ന് അൺമെറ്റ് ലോവർ നീഡ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോവർ നീഡ്സ് ആണ് സ്ട്രോങ്ങസ്റ്റ് നീഡ്സുകളാണ് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. ഇങ്ങനെയുള്ള സെൽഫ് ആക്ച്വലൈസേഷന് താഴെയുള്ള മറ്റു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള നീഡ്സുകൾ നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്തരം നീഡ്സ് നമുക്ക് ഗ്രാറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൽഫ് ആക്ച്വലൈസേഷൻ ഗ്രാറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് കിട്ടേണ്ട ബേസിക് നീഡ്സുകളും സോഷ്യൽ നീഡ്സുകളും അതുപോലെ തന്നെ എസ്റ്റീമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് എന്ത് പറ്റുള്ളൂ, സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേറ്റിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഏറ്റവും ലോവസ്റ്റ് നീഡ് ഹൈ ആയിട്ട് ഒരാൾ അക്യൂർ ചെയ്താൽ മാത്രമേ അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജിലേക്ക് ഒരു വ്യക്തി പോവുള്ളൂ. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് എല്ലാ സാധ്യതകളും ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ എല്ലാ നീഡ്സിനും ഗ്രാറ്റിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ മാത്രമാണ് സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുന്നുള്ളൂ എന്നുള്ളത്. അതുപോലെ ജോൻഹെ കോംപ്ലക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ജോൻഹെ കോംപ്ലക്സ് എന്ന് പറയുന്നത് പല ആളുകളിലും ഉണ്ടാവും. നമ്മുടെ കഴിവിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് അനിയന്ത്രിതമായിട്ട് പോവും. ഇപ്പം എനിക്കൊരുപാട് കഴിവുണ്ട്, ഈ കഴിവിനെ ഞാൻ ഇന്ന മേഖലയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ലൈഫിനെ എനിക്കെന്നെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കൊരു ലോട്ടറി എടുക്കുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും. ലോട്ടറി അടിച്ച് ഒരുപാട് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ ലൈഫിൽ എനിക്ക് വളരെ നിയന്ത്രിക്കാൻ പറ്റുന്ന എൻ്റെ ലൈഫിനെ, ഇത് അനിയന്ത്രിതമായിട്ട് എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ലൈഫ് മുമ്പോട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ എമിനൻ്റ് ആയിട്ടുള്ള ലെവലിലേക്ക് എത്താൻ പറ്റുന്ന കോഴ്സുകളൊക്കെ നമ്മൾ ചില സമയത്ത് സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ ബാക്കോട്ട് പോകാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറേ ആൾക്കാരെങ്കിലും വിചാരിക്കും ഞാൻ ആ ഒരു ലെവലിൽ വേണമെന്നില്ല, അതിൻ്റെ ലോവർ ലെവലിൽ മതി. അങ്ങനെ സ്വയം നമ്മളെ ലിമിറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ജോൻഹെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അഥവാ ഒരു ഫിയർ ഓഫ് സക്സസ് അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ. ഇങ്ങനെ നമുക്ക് തോൽക്കാനോ അല്ലെങ്കിൽ വിജയിക്കാനോ ഒക്കെ ഉള്ള പേടി, ഞാൻ എൻ്റെ സ്കില്ല് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അൺകൺട്രോളബിൾ ആയിട്ടൊരു ലൈഫിലേക്ക് പോകുക എന്നുള്ളൊരു പേടിയാണ് ജോൻഹെ കോംപ്ലക്സ്. ഇങ്ങനെ ജോൻഹെ കോംപ്ലക്സ് ഉള്ള ആൾക്കാർ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുന്നതിൽ ബ്ലോക്ക് ചെയ്യപ്പെടും എന്നുള്ളത്. അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേറ്റിൽ എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുപാടുകൾ അനുവദിക്കണം. രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ ഒരു കോളനിയാണെന്ന് വിചാരിക്കുക, ഒരു ബ്രിട്ടീഷ് കോളനിയാണ് ഇന്ത്യയെങ്കിൽ, ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എപ്പോഴും തന്നെ ഒരു സെൽഫ് എസ്റ്റീം ലോ ആയിരിക്കും. സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സ്വന്തം സെൽഫ് റെസ്പെക്റ്റും ഇൻഡിപെൻഡൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹയർ നീഡ്സിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഒരു സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഒരു നാട്ടിലെ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പോവേർട്ടി, ഇങ്ങനെയുള്ള സോഷ്യലായിട്ടുള്ള പ്രോബ്ലംസ്, ഇതൊന്നും ഇല്ലാത്തൊരു കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി കൂടി വേണം, അല്ലെങ്കിൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അത് ഫ്രീ വില്ലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫ്രീ വില്ലുള്ള ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫാമിലി എൻവോൺമെൻറ്റ് അല്ലെങ്കിൽ നല്ല ഇൻ്റർ കണക്ഷൻ വേണം. ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യലായിട്ടുള്ള
സാധ്യതകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് പ്രധാനമായിട്ടും സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിച്ചേരുന്നതിൽ വ്യക്തിയെ തടസ്സം നിൽക്കുന്നത്. അപ്പോൾ ലോവർ നീഡ്സിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ലോവർ നീഡ്സ് കിട്ടാത്ത ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരു രാജ്യത്ത് പോവർട്ടി ഉണ്ടെങ്കിൽ, ദാരിദ്ര്യം ഉണ്ടെങ്കിൽ, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ലോവർ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്താൻ വേണ്ടി ചെയ്യില്ല. കാരണം ലോവർ നീഡ്സിനെ ഗ്രാറ്റിഫൈ ഒരു മിനിമം പെർസെൻറ്റേജ് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഫാമിലിയിൽ ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പം ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ജീവിക്കേണ്ട സാഹചര്യങ്ങളും ഒപ്പം തന്നെ ആ ഒരു വ്യക്തിയുടെ സ്കില്ലും ഒക്കെ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരം സോഷ്യൽ കണ്ടീഷനിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ പോസിബിൾ ആവുന്നുള്ളത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് ആക്ച്വലൈസിങ് പീപ്പിൾ. നമുക്കറിയാം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണ്. ഇത് നമ്മുടെ എല്ലാ ലോവർ നീഡ്സിനെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു വ്യക്തി എത്തിച്ചേരുന്ന ഹയർ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നീഡ് സ്റ്റേറ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ്ലോ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഓരോ മേഖലയിലും എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരിലായിരുന്നു. ഇങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള മേഖലയിലും അല്ലെങ്കിൽ സയൻറ്റിഫിക് മേഖലയിലും ലിറ്ററേച്ചറിലൊക്കെ തന്നെ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള അവരുടെ കഴിവുകൾ അവർ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന തോന്നൽ വരുന്ന ആൾക്കാർ നമുക്ക് സ്പോർട്സിൽ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സയൻസിൽ കാണാൻ വേണ്ടി പറ്റും, സ്പിരിച്വാലിറ്റിയിൽ അത്ര ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പുറത്തുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് അമിതമായിട്ട് ആഗ്രഹങ്ങളില്ലാതെ അത്തരം ആളുകളെ നമുക്ക് എല്ലാ മേഖലയിലും കാണാൻ വേണ്ടി പറ്റും. അവരുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുറേ കൂടി യുണീക്ക് ആയിരിക്കും. ഇത്തരം ആൾക്കാരിൽ സമാനമായിട്ടുള്ളൊരു പ്രത്യേകതകൾ ഇത്തരം പേഴ്സണാലിറ്റിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് ആക്ച്വലൈസിങ് പീപ്പിൾ ഇത്തരം ആൾക്കാരിലുള്ള ചില പ്രത്യേകതകളാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നീഡ്സിനും സാറ്റിസ്ഫൈ ചെയ്ത് ഒരു വ്യക്തി സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത്തരം ആൾക്കാരെന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി. അവർക്ക് വളരെ യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ട് റിയാലിറ്റിയെ നോക്കി കാണാൻ വേണ്ടി പറ്റും, വേൾഡിനെ ഒബ്ജക്റ്റീവ്ലി നോക്കി കാണാൻ പറ്റും. അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ടുള്ള പെർസെപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ബയാസുകളൊന്നും തന്നെ ബയാസസും ഡിസ്റ്റോർഷൻസും അവരിൽ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ ഒബ്ജക്റ്റീവ്ലി കാണാൻ വേണ്ടി പറ്റും. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച്, അതുകൊണ്ട് ഇവരെല്ലാവരും അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ അത്തരത്തിലുള്ള ബയാസുകളൊന്നും ഇല്ലാതെ വേൾഡിനെ വളരെ ഒബ്ജക്റ്റീവ്ലി നോക്കി കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്കാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവർ വളരെ അക്സെപ്റ്റൻസ് ഉള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. ഇവർ അവരെ അക്സെപ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ പ്രെജുഡൈസ് ഒന്നും ഇല്ലാതെ തന്നെ അവരെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും റെഡി ആയിരിക്കും എന്നുള്ളതാണ്. അവരുടെ ചെറിയ ചെറിയ വീക്ക്നെസ്സുകളെ കുറിച്ച് അവർ വളരെ ക്ലിയർലി അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകും എന്നുള്ളതാണ്. അവർക്ക് ഏത് വരെ എത്താൻ പറ്റും, ഏത് മേഖലയിൽ അവർക്ക് പ്രോബ്ലം വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് അവെയർ ആയിരിക്കും എന്നുള്ളതാണ്. ഇത്തരം ആൾക്കാർ വളരെ ജെന്യൂനിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, സിംപ്ലിസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, അതുപോലെ തന്നെ വളരെ ഒതൻറ്റിക് ആയിരിക്കും, വളരെ നാച്ചുറൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവർ വളരെ ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ എന്ന് പറയുന്നത് എന്തെങ്കിലും തെറ്റുമൊക്കെ അവരെ ഭാഗത്ത് നിന്ന് പറ്റുകയാണെങ്കിൽ അവരതിനെ വളരെ ഓപ്പൺ ആയിട്ട് സമീപിക്കും, അല്ലെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടി അവർ റെഡിയാവും എന്നുള്ളതാണ്. സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കും എന്നുള്ളതാണ്. അവർ വളരെ ജെന്യൂൻ ആയിരിക്കും, അഥവാ വളരെ സത്യസന്ധരായിരിക്കും, അതുപോലെ ഒതൻറ്റിക് ആയിരിക്കും. അവരുടെ ബിഹേവിയറും ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസിലൊക്കെ നമുക്ക് ആ ഒരു ഒതൻറ്റിസിറ്റി കാണാൻ വേണ്ടി പറ്റും. അഥവാ അവർ ലൈഫിൽ അഭിനയിക്കുന്നത് കുറവായിരിക്കും, വളരെ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രശ്നങ്ങളെ ഔട്ട്സൈഡ് ഒബ്സർവറെ പോലെ അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ഒരു ഒബ്സർവറെ പോലെ അവരുടെ പ്രശ്നങ്ങളെ അവർക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റുന്നുള്ളത്. അഥവാ ബയാസ് ഇല്ലാതെ ഒബ്ജക്റ്റീവ്ലി പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി കാണുമ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റീവ് ബയാസുകൾ വരും. നമ്മളെ പ്രശ്നത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡ് ഒബ്സർവർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾ ഒബ്സർവ് ചെയ്യുന്ന പോലെ അവരുടെ പ്രശ്നങ്ങളെയും ലിമിറ്റേഷൻസിനെയൊക്കെ അവർക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ നീഡ് ഫോർ പ്രൈവസി ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്, ഇത് ഉദ്ദേശിക്കുന്നത് അവർക്ക് എപ്പോഴും അവരുടെ ഒരു ഹൈലി സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാരുടെ പ്രത്യേകതയാണ്. അവർ ഹൈലി സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിലൊക്കെ തന്നെ അവർക്ക് എല്ലായ്പ്പോഴും ബാക്കിയുള്ളവർ വേണമെന്നില്ല. ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇവർക്ക് സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാവും. സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ഒരു
ഒരു ഇൻട്രോസ്പെക്റ്റീവ് ആയിരിക്കും കുറേ കൂടി. അവരുടെ ഉള്ളിലേക്ക് തന്നെ അവരുടെ ക്യാരക്ടറും അവരുടെ ബിലീഫും അവരുടെ വാല്യൂസൊക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. ഇവർ പലപ്പോഴും ഡിറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരായിരിക്കും. അഥവാ ഏതെങ്കിലും ഒരു മെറ്റീരിയൽസിനോടോ ഏതൊരു വ്യക്തിയോടോ അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരായിരിക്കില്ല. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സ്വതന്ത്രമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും കഴിവുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രഷ്നെസ് ഓഫ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവർ ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന കണ്ടീഷൻസ് കുറേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിനോടുള്ള സെൻസിറ്റിവിറ്റി ലോ ആവും അല്ലേ. പക്ഷേ ഇവരങ്ങനെ ആവില്ല. അവർ ഒരു ഫ്രഷ്നെസ് അവരുടെ ലൈഫിൽ എപ്പോഴും വേണ്ടി കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. അതുപോലെ പീക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മൊമെൻ്ററി ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെയധികം ജോയ് ഫീൽ ചെയ്യുക, വളരെയധികം ഹാപ്പിനെസ് ഫീൽ ചെയ്യുക, അതുപോലത്തെ ഒരു ഹിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഫീൽ ചെയ്യുന്ന ഒരു ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണ് പീക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും റിലീജിയസ് ആയിട്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ, യോഗ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ സോളിറ്റ്യൂഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന ചില സ്പിരിച്വൽ ലീഡേഴ്സിനൊക്കെ പീക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം ആൾക്ക് പീക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെയധികം മൊമെൻ്ററി ആയിട്ട് തോന്നുന്ന ഹാപ്പിനെസ്, ജോയ്നെസ്, അഥവാ എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുള്ള ഒരു കാര്യങ്ങളോട് പ്രത്യേകിച്ച് ആകർഷണമില്ലാതെ വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന അവസ്ഥ. ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിൽ കുറഞ്ഞ സമയം പീക്ക് എക്സ്പീരിയൻസ് അഥവാ ഒരു ഇൻറ്റൻസ് എക്സ്റ്റസി ഫീൽ ചെയ്യും. ഇത്ര ഇൻറ്റൻസ് എക്സ്റ്റസി അഥവാ പ്രത്യേകിച്ച് വേറെ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഇത്തരം പീക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസിങ് പീപ്പിളിന് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. എല്ലാ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും പീക്ക് എക്സ്പീരിയൻസിൽ വരുന്നില്ല. അത് പ്രധാനമായിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള മേഖലയിലൊക്കെ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പീക്ക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ സോഷ്യൽ ഇൻട്രസ്റ്റും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നെ അവർക്ക് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ആൽബർട്ട് ഐൻസ്റ്റീനോ അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണൽ ലീഡേഴ്സിനെ, ഇപ്പോൾ ഗാന്ധിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ തന്നെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നെ സോഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഇവരുടെ എല്ലാ ആക്ഷൻസും അവരുടെ ഈഗോയെ അല്ലെങ്കിൽ അവരുടെ സെൽഫിനെ സംതൃപ്തിപ്പെടുത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് ക്യാരക്ടർ സ്ട്രക്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ തന്നെ ഇവർക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിലൊന്നും തന്നെ ഒരു വിവേചനവും ഡിസ്ക്രിമിനേഷനും കാണിക്കാതെ വളരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ കുറേ കൂടി ക്രിയേറ്റിവിറ്റി, ഒറിജിനാലിറ്റിയും അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അവർ ചെയ്ത കാര്യങ്ങളെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ സ്റ്റീവ് ജോബ്സിനെ നോക്കുകയാണെങ്കിൽ സ്റ്റീവ് ജോബ്സ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എമിനൻ്റ് ആണ്, അതാത് മേഖലയിൽ എമിനൻ്റ് ആണ്. ഇത്തരം ആൾക്കാരൊക്കെ തന്നെ വളരെ ഒറിജിനലായിട്ട് അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ കണ്ടെത്താനാണ് അവരൊക്കെ ശ്രമിക്കുന്നത്. അല്ലാതെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, പുതിയ വളരെ ന്യൂ ഐഡിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഈ ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ തിങ്കിങ് പാറ്റേൺ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. റിജിഡിറ്റി ഇവരിൽ ലോ ആയിരിക്കും. അതുപോലെ തന്നെ എൻവോൺമെൻ്റൽ ആയിട്ടുള്ള സ്വാധീനങ്ങളും കുറവായിരിക്കും എന്നുള്ളതാണ്. അതാണ് റെസിസ്റ്റൻറ്റ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള ഐഡിയാസൊക്കെ തന്നെ ഒറിജിനൽ ആയിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഓട്ടോണമസ് ആയിരിക്കും എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ചില പ്രഷറുകൾ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ചില സ്ട്രോങ് ബിലീഫുകൾ ഇതൊന്നും തന്നെ ഇവരെ സ്വാധീനിക്കാതെ അവരെ ഗൈഡ് ചെയ്യുന്നത് പലപ്പോഴും ഇൻറ്റേർണൽ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒതൻറ്റിക് ആയിട്ടുള്ള സൈക്കായിരിക്കും അവരെ ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ വളരെ റെസിസ്റ്റൻറ്റ് ടു എൻകൾച്ചറേഷൻ അഥവാ പുറത്തുള്ള സാംസ്കാരികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ പെടാതെ സ്വതന്ത്രമായിട്ട് ഇവർക്ക് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കും എന്നുള്ളത്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് ആക്ച്വലൈസിങ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് ആക്ച്വലൈസിങ് പീപ്പിൾ എന്ന് പറയുന്നത്. സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഇത്തരം ക്യാരക്ടർ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെൽഫ് ആക്ച്വലൈസേഷൻ ബാരിയേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാമിലിയിൽ വരുന്ന ഹോസ്റ്റൈൽ ടൈപ്പ് പാരൻറ്റിങ് അല്ലെങ്കിൽ റിജക്ഷൻ ടൈപ്പ് പാരൻറ്റിങ്, അതുപോലെ തന്നെ ഓവറായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള പാരൻറ്റിങ്, ഇതൊക്കെ തന്നെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ അവർക്ക് ഇൻഡിപെൻഡൻസിന് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം വളർന്നു വരുന്നതിൽ പ്രോബ്ലം വരാറുണ്ട്. ഫാമിലി എൻവോൺമെൻറ്റും അതുപോലെ തന്നെ സൊസൈറ്റിയും പൊളിറ്റിക്സും അതുപോലെ തന്നെ നല്ല ഫിസിക്കലായിട്ടുള്ള
അല്ലെങ്കിൽ മറ്റു ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അയാളുടെ പൊട്ടൻഷ്യൽ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ വരുന്ന അവസ്ഥയിൽ മാത്രമേ അവരുടെ ഇന്നേറ്റ് ഡ്രൈവിനെ അവർക്ക് ഗ്രാറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെ ഗ്രാറ്റിഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് നീഡ് തിയറീസ്, എബ്രഹാം മാസ്ലോയുടെ നീഡ് തിയറി, 5 ലെവൽസ് ഓഫ് നീഡ്സ് ഹൈറാർക്കി, ഒപ്പം തന്നെ അതിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളതിന് പ്രത്യേകിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക് യു.